ഇന്നലെ പല ചാനലുകളും കണ്ടപ്പോൾ നമ്മൾ ഈ ഡിജിറ്റൽ ചാനൽ നടത്തുന്നത് കൊണ്ട് സാറ്റലൈറ്റ് ചാനലുകളും കൂടി കാണുമല്ലോ, എന്തൊക്കെയാണ് അതിലെ വിശേഷങ്ങളെന്ന് അറിയാനൊക്കെ കാണും. ഞങ്ങൾ പറയുന്ന വിഷയങ്ങളും അങ്ങോട്ട് എടുക്കാറുണ്ട്. ഡിജിറ്റൽ ചാനലുകളും വിഷയങ്ങൾ സാറ്റലൈറ്റ് ചാനലുകൾ എടുക്കാറുണ്ട്. സാറ്റലൈറ്റ് അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പത്രങ്ങൾ വരുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടല്ലോ വിഷയങ്ങൾ. അപ്പോൾ ഇന്നലെ ഒരു മാതൃഭൂമി കാണുമ്പോൾ മാധുവിൻ്റെ ഒരു ചില ഭയപ്പാടുകൾ ഇതിനകത്ത് നമ്മൾ ഈ ഗണഗീതവുമായി ബന്ധപ്പെടുത്തി കണ്ടു. മാധു പേടിക്കുകയാണ്. മാധു ഇതിനു മുമ്പ് ഇതുപോലെ ഒരു ചാനലിലിരുന്ന് ഇതുപോലെ ഒരു ചർച്ച വന്നപ്പോൾ, ഞാൻ ആരുടെയും പേര് പറയുന്നില്ല, ഈ മാധുവിൻ്റെ പേര് പറഞ്ഞത് ആങ്കർ ആരെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. വേറൊരാൾ CPM-ന് വേണ്ടി വരുന്ന ഒരാൾ മാധു മാധു തെറിയല്ല, ഒരു അശ്ലീലം പോലെ ഒരു വാക്ക്, അശ്ലീലമല്ല, നമ്മൾ സാധാരണ ഉപയോഗിക്കാത്തൊരു പദം ഉപയോഗിക്കുന്നത്, എന്നിട്ട് മെഴുകുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ ആ വാക്ക് ഉപയോഗിക്കുന്നില്ല. അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ മാധു വലിയ ബഹളം ഉണ്ടാക്കി. എന്തിനാണ് ഇങ്ങനെ ഞങ്ങളെയൊക്കെ പറയുന്നതൊക്കെ പറഞ്ഞ് വലിയ വിഷയമായത്. അന്ന് വലിയ വിഷയമാണ്, വലിയ വൈറലായ വീഡിയോ ആണ്. അപ്പോൾ അതുപോലെ ഇന്നലെ മാധു പേടിച്ചുപോയി. ഇന്നലെ വല്ലാതെ പേടിച്ചുപോയി മാധു. കാരണം മാധുവിൻ്റെ ഡയലോഗിൽ അറിയാം, ഗണഗീതങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഒരുപാട് ഗണഗീതങ്ങളെക്കുറിച്ച് പറഞ്ഞതും DK ശിവകുമാർ അസംബ്ലിയിൽ പാടിയത് ഇവിടെ RSSൻ്റെ ഔദ്യോഗിക പാട്ട്. മറ്റേത് ഗണഗീതം എന്ന് പറഞ്ഞാൽ ഒരുപാട് പാട്ടുകൾ, ഗ്രൂപ്പ് സോങ്ങുകളാണ്, എല്ലാവർക്കും പാടാനുള്ള, എല്ലാവർക്കും അല്ല, അവരുടെ ആളുകൾക്ക് പാടുന്നു. മറ്റേത് അവരുടെ ഔദ്യോഗിക പാട്ട്, അതായത് RSSൻ്റെ ശാഖ തുടങ്ങിയാൽ ഔദ്യോഗികമായി പറയുന്നൊരു പാട്ടിനെ ശിവകുമാർ അസംബ്ലിയിൽ പാടി എന്ന് പറയുന്ന ഉദാഹരണം പറയാൻ വേണ്ടി മാധു പറയുമ്പോൾ മാധു ഉടൻ തന്നെ പറയുകയാണ്, ഞാൻ ഇതിനകത്തൊന്നും ഇല്ല കേട്ടോ, ഞാൻ ഇതൊന്നും പരിശോധിച്ചിട്ടില്ല, ഇതിന് വേണ്ടി പരിശോധിച്ചാന്നൊക്കെ പറഞ്ഞ് വലിയ ഭയപ്പാടോടുകൂടിയാണ് പറയുന്നത്. അതുപോലെ തന്നെ ഓരോരുത്തർ, അബ്ജോദിനെടുത്താലും സുരേഷിനെടുത്താലും, ഏഷ്യനാട്ടിലെ സുരേഷ് പറയുന്നത് പാടിയത് കുഴപ്പമില്ല, അത് റെയിൽവേ ഇട്ടതാണ് കുഴപ്പം. മറ്റവർ പറയുന്നത് പാടിയതേ കുഴപ്പമാണ്. വേറെ ചിലർ പറയുന്നത് കുട്ടികളെ പഠിപ്പിച്ചു വിട്ടതാണ്. ഇതിനകത്തൊരു രസകരമായ കാര്യം ഞാൻ പറയട്ടെ, വളരെ തമാശകരമായ ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. 2023-ലും ഇതുപോലെ പാടി. അന്ന് BJP-യുടെ നേതാക്കളിരുന്നപ്പോൾ ഞെരളത്ത് ഹരിഗോവിന്ദനാണ് ഈ പാട്ട് പാടിയത്. അന്നും ഈ പാട്ട് പാടി. ഈ പാട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ പാടുന്നുണ്ട് ഇപ്പോൾ. കാരണം അതൊരു മനോഹരമായ വരികളാണ്, അതിനകത്തൊരു നല്ല രസകരമായ വരികളായതുകൊണ്ട്, പെട്ടെന്ന് നാവിന് വഴങ്ങ പാട്ടായതുകൊണ്ട് അത് പാടുന്നു. റെയിൽവേക്കകത്ത് ആളുകൾ നിസ്കരിക്കുന്നുണ്ട്, യാത്രക്കാർ നിസ്കരിക്കുന്നു, ഭജന പാടുന്നുണ്ട്. അയ്യപ്പ സീസണിലാണെങ്കിൽ വല്ലാതെ അയ്യപ്പ പാട്ട് പാടി ആളുകൾ പോകും. ഗുരുവായൂർ സീസണിൽ ഗുരുവായൂരിൽ പാട്ട് പാടി പോകുന്നവരുണ്ട്, പളനി പോകുമ്പോൾ പാട്ട് പാടി പോകുന്നവരുണ്ട്. അത് അവരുടെ ഒരു സ്വകാര്യ വിഷയമായി വിടുന്നതിന് പകരം അത് ഒരിക്കലും ആ ഫംഗ്ഷനിലല്ല പാടിയത്. ഫംഗ്ഷൻ കഴിഞ്ഞതിന് ശേഷം സ്കൂളിലെ പ്രിൻസിപ്പൽ ടിൻഡോ പറയുന്നത് ശരിയാണെങ്കിൽ, അത് ശരിയാണോ ഇല്ലെന്ന് നമുക്കറിയില്ല, ശരിയാണെങ്കിൽ ഒരു പാട്ട് കുട്ടികളോടൊരു പാട്ട് പാടാവോ എന്ന് ഏതോ ചാനലുകാരൻ ചോദിച്ചു. കാരണം ചാനലുകൾക്ക് ഒരു പാട്ട് വരുത്തുന്നത് നല്ലതാണ്, വൈറലാക്കാന്ന് പറഞ്ഞൊരു പാട്ട് പറയുമ്പോൾ അവർ വന്ദേ മാതരം പാടി. അപ്പോൾ അതല്ല, അത് ഇതിൻ്റെ വന്ദേ ഭാരതത്തിൽ വന്ദേ മാതരം മാത്രം പോരാ, ഒരു പാട്ടുകൂടെ പാടാൻ പറഞ്ഞപ്പോൾ കുട്ടികൾ അടുത്ത പാട്ട് പാടി. അപ്പോൾ അടുത്ത പാട്ട് പാടിയപ്പോൾ അതും ഒരു ദേശഭക്തി ഗാനം പോലെയാണ് അവർ പാടിയത്. കുട്ടികളെ സംബന്ധിച്ച് ആരെഴുതി, എന്തെഴുതി, എങ്ങനെ എഴുതി എന്നുള്ളതല്ല, പോപ്പുലറായ പാട്ടുകൾ പാടും. അത് ക്രിസ്തീയ പാട്ടുകൾ പാടും, മുസ്ലിം പാട്ടുകൾ പാടും, ഹിന്ദു പാട്ടുകൾ പാടും. ഇനി അവിടെ ഒരു ക്രിസ്തീയ പാട്ടാണ് പാടിയിരുന്നെങ്കിൽ ഈ ഒരു വിവാദമില്ല. ആ പാട്ടാണ് എടുത്ത് റെയിൽവേ ഇട്ടിരുന്നെങ്കിൽ, കുട്ടികളുടെ പാട്ടെന്നുള്ള നിലയിൽ റെയിൽവേ ഇട്ടിരുന്നെങ്കിൽ ഒരു വിവാദവുമില്ല. കുട്ടികളുടെ പാട്ടെന്നുള്ള നിലയിലാണ് റെയിൽവേ ഇട്ടതെങ്കിൽ അത് വിവാദം വരില്ല. അപ്പോൾ BJP ഭരിക്കുന്നത് കൊണ്ട് RSSൻ്റെയോ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളുടെയോ മുസ്ലിങ്ങളുടെയോ ഏത് പാട്ട് എടുക്കണം, ഏത് പാട്ട് എടുത്തുകൂടാ, ഏത് പാട്ട് പാടാം, ഏത് പാട്ട് പാടിക്കൂടാ എന്നുള്ള ഒരു കണ്ടീഷനൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്ത് കൊണ്ടുപോകുന്നത്. അപ്പോൾ അതല്ലാതെ ഇപ്പോൾ സ്കൂളിൽ പഠിപ്പിച്ച കാര്യം പറയട്ടെ. സ്കൂള് RSSൻ്റെ സ്കൂളാണ്. RSS എന്ന് പറയുമ്പോൾ സംഘപരിവാർക്കാർ നടത്തുന്ന സ്കൂളാണ്. വിദ്യാനികേതനുകൾ എന്ന് പറയുന്നതും അതുപോലെ തന്നെ ചിന്മയ മിഷൻ, വിദ്യാനികേതൻ, അതുപോലെ തന്നെ ഇങ്ങനെയുള്ള സ്കൂളുകളിലൊക്കെ ഹിന്ദു സമുദായവും സമാജവുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ചിന്മയ മിഷൻ്റെ സ്കൂളിലാണെങ്കിൽ ചിന്മയാനന്ദനെക്കുറിച്ചും ചിന്മയാനന്ദ സ്വാമിയുടെ സേയിങ്സും ഒക്കെ അവിടെ പറയുന്നുണ്ട്. പ്രാർത്ഥനയെക്കൊണ്ട് ഞാൻ ആ സ്കൂളിലൊക്കെ പോയി രാവിലെ പോയി പരിപാടികൾക്ക് ഉദ്ഘാടനത്തിനും പല ക്ലാസ്സിനും ഒക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അവരുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് ഹരി ഓം എന്ന് പറയുന്ന അവരുടെ പ്രാർത്ഥനയാണ്. അപ്പോൾ അങ്ങനെയാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത്. പക്ഷേ അതെല്ലാം ഒരു സംഘപരിവാർ RSS എന്നൊക്കെ പറഞ്ഞ് ചർച്ച ചെയ്ത് അങ്ങനെ ചർച്ച ചെയ്യാം, അതൊന്നും തെറ്റില്ല. RSSൻ്റെ ഗണഗീതമാണ്, ഗ്രൂപ്പ് സോങ്ങാണ്. പക്ഷേ അത് കുട്ടികൾ പാടുമ്പോൾ അത് കുട്ടികളെ ക്രൂശിക്കുന്ന രീതിയിൽ അത് അതിനെ വല്ലാത്ത രീതിയിൽ ചർച്ച ചെയ്ത് വലിയ രീതിയിൽ അതിനെ മാറ്റി തീർത്ത് എല്ലാവരും ചർച്ച ചെയ്യുന്ന രീതിയിലേക്ക് വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ചർച്ചയിൽ അഭിപ്രായം പറയേണ്ടി വരുന്നത്. അങ്ങനെ ചർച്ച ചെയ്ത് വരുമ്പോൾ സംഭവിക്കുന്നത്, ഇല്ലാത്തൊരു കാര്യത്തെ നമ്മൾ ഗ്ലോറിഫൈ ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇന്നലെ സംഭവിച്ചത് എന്താണ്? ഇന്നലത്തെ സോഷ്യൽ മീഡിയ തുറന്നാൽ, ഫേസ്ബുക്ക് തുറന്നാൽ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഈ പാട്ടേ ഉള്ളൂ.
എല്ലാവരും ഈ പാട്ട് പോസ്റ്റ് ചെയ്തിരിക്കുകയാണ്. 2023 പാടിയ പാട്ട് പോസ്റ്റ് ചെയ്തിരിക്കുകയാണ്. എവിടെയൊക്കെ ഇത് പാടി അതെല്ലാം പോസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇത് പിന്നെ ഇത് പാടിയ ഒരുപാട് ആൾ ഈ ഭജനയിലൊക്കെ ഇത് പാടാറുണ്ട്. ഹിന്ദു ക്ഷേത്രങ്ങളിലെ ഭജനയിൽ ഇത് പ്രധാനപ്പെട്ട ഒരു പാട്ടാണ്. അവരെല്ലാം ഇന്നലെ സോഷ്യൽ മീഡിയയിൽ കയറി അവരെ വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് വേറൊരു ചർച്ചയിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഒരിക്കലും അങ്ങനല്ല ഒരു വിഷയത്തെ സമീപിക്കേണ്ടത്. മാധ്യമങ്ങൾ ഇഗ്നോർ ചെയ്യേണ്ട ഒരു കാര്യമുണ്ടെങ്കിൽ അത് ഇഗ്നോർ ചെയ്യുകയാണ് വേണ്ടത്. അത് എല്ലായിടത്തും ചർച്ച ചെയ്ത് വരുമ്പോൾ സംഭവിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ എല്ലാവരും അറിയുകയും അതിൽ ശരിയുണ്ടെങ്കിൽ അതിലേക്ക് ആളുകൾ പോവുകയും ചെയ്യും. ഈ പാട്ടിൽ ഒരു ശരിയുണ്ട്, അത് ഞാനത് പറയാം. RSSന്റെ ഗീതം എന്ന് മാറ്റിവെക്കുക. ഇത് ONV കുറുപ്പോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പിന്നെ വയലാർ അങ്ങനെ എഴുതാൻ സാധ്യത, വയലാറിൻ്റെ കാലമല്ലല്ലോ. ONV കുറുപ്പോ മറ്റേതെങ്കിലും ഉളപ്പമണ്ണയോ അല്ലെങ്കിൽ ചെറുശ്ശേരി അങ്ങനെയുള്ള സാധാ വള്ളത്തോളം എന്നൊക്കെ പറയുന്ന നമ്മുടെ കവികളുണ്ടല്ലോ, അവരാരെങ്കിലും ആണിത് മറ്റേ വന്ദേ ഭാരതം ബങ്കിം ചന്ദ്ര ചാറ്റർജി എഴുതിയതുപോലെ ഈ ഒരു പാട്ട് എഴുതിയിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ട് എന്താ സംഭവിക്കുക? അപ്പം മനോഹരമായൊരു പാട്ട് പാടി ആ പാട്ട് കേൾക്കാൻ കൊള്ളാം. പാട്ടിൽ പറയുന്നതെല്ലാം നല്ല മനോഹരമായ നാനാത്വത്തിൻ്റെയും ഏകത്വത്തിൻ്റെയും കഥയാണ്. പക്ഷെ അത് RSSകാരുടെ പാട്ടാണ്, അല്ലെങ്കിൽ RSSകാർക്ക് വേണ്ടി എഴുതിയ പാട്ടാണ്, RSSകാർ കൂടുതൽ പാടുന്ന പാട്ടാണ് എന്ന് ഉള്ളത് പറഞ്ഞിട്ട് അതിനെ ഗ്ലോറിഫൈ ചെയ്ത് അതിനെ കുറ്റപ്പെടുത്തുന്നതിൻ്റെ ഗ്ലോറിഫിക്കേഷനുണ്ട്. ഗ്ലോറിഫിക്കേഷൻ 2 തരത്തിലുണ്ട്. പോസിറ്റീവായുള്ളൊരു ഗ്ലോറിഫിക്കേഷനുണ്ട്, നെഗറ്റീവ് ഗ്ലോറിഫിക്കേഷനുണ്ട്. ഈ നെഗറ്റീവ് ഗ്ലോറിഫിക്കേഷനാണ് ഇന്നലെ ചാനലുകളിൽ, ഇന്നലെയല്ല കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഇഗ്നോർ ചെയ്യേണ്ട ഒരു വിഷയമായിരുന്നു. കുട്ടികൾ പാടി, റെയിൽവേ ഇട്ടു, അത്ര തന്നെ. അതിനെ പിന്നെ വളരെ വലിയ വഷളാക്കി ചൊറിഞ്ഞ് അതിനെ പുണ്ണാക്കി വ്രണമാക്കി ഓപ്പറേഷൻ തിയേറ്ററിൽ എത്തിച്ച് പിന്നെ രോഗി മരിച്ച് വേണ്ട കൺഫ്യൂഷനായി. ഉടനെ ശിവൻകുട്ടി എടുത്തിയാടി. ഉടനെ തന്നെ സ്കൂളിനോട് അഭിപ്രായം ചോദിച്ചിട്ട് സ്കൂൾ എന്ത് മറുപടിയാണ് കൊടുക്കുന്നത്? കുട്ടികൾ പാടി എന്നുള്ള മറുപടി കൊടുക്കും. അവരെ NOC കട്ട് ചെയ്യാൻ പറ്റുമോ? അങ്ങനെ ശിവൻകുട്ടിക്ക് അതിനുള്ള ധൈര്യമുണ്ടോ? കേരള ശിവൻകുട്ടിക്ക് അവിടുത്തെ ഇളമക്കര വിദ്യാനികേതൻ്റെ NOC കട്ട് ചെയ്തിട്ടിരിക്കാനുള്ള ധൈര്യമുണ്ടോ? അങ്ങനത്തെ പൊളിറ്റിക്കൽ ധൈര്യമൊന്നുമില്ല. അതൊക്കെ ചുമ്മാ പറയുന്നതാണ്. ആയിരക്കണക്കിന് സ്കൂളല്ലേ ഇവിടെ പ്രവർത്തിക്കുന്നത്. അവർ കോടതി പോയാലോ? ഇവിടെ സുപ്രീം കോടതി വരെ കിടക്കുന്നു, കോടതി പോയാലോ? അപ്പോൾ ഇതൊരു ഒരു സുഖമല്ലാത്ത, ഒരു സുഖകരമല്ലാത്ത പൊതുവിഷയങ്ങളിൽ നിന്ന്, ഡെവലപ്മെൻ്റൽ പൊളിറ്റിക്സിൽ നിന്ന്, രാജ്യം നേരിടുന്ന പ്രധാന വിഷയങ്ങളിൽ നിന്ന് മാറ്റി തീർക്കാൻ കഴിയുന്ന ഒരു വിഷയമാക്കി ഇതിനെ കൊണ്ടുവരിക എന്നുള്ളതാണ് ഇതിനകത്ത് ഞാൻ കാണുന്നൊരു വിഷയം. അത് ശരിയായില്ല, അത് വേണ്ടായിരുന്നു. അങ്ങനെ അതിനെ ഗ്ലോറിഫൈ ചെയ്തെടുക്കേണ്ട കാര്യമില്ലായിരുന്നു. അത് ജസ്റ്റ് ഇഗ്നോർ. കുറച്ച് കുട്ടികൾ പാടി, അതാരൊക്കെയോ ഫോട്ടോ എടുത്തു, ചില മീഡിയകളിൽ വന്നു, പിന്നെ റെയിൽവേ അവർ പോസ്റ്റ് ചെയ്തു, അവിടെ നിൽക്കും. ഇന്ത്യൻ റെയിൽവേയുടെ ആ വെബ്സൈറ്റിൽ കയറി അല്ലെങ്കിൽ എക്സിൽ കയറി ലോകത്തെ മുഴുവൻ ജനങ്ങളെ ഒന്നും നോക്കുന്നില്ലല്ലോ. പക്ഷെ അവിടെ നിൽക്കുമായിരുന്ന വിഷയത്തെ ഒരു പൊതുവിഷയമാക്കി അതിൽ ഭയത്തിൻ്റെയും വിദ്വേഷത്തിൻ്റെയും വെറുപ്പിൻ്റെയും നന്മയുടെയും തിന്മയുടെയും ഒക്കെ എല്ലാ സാധനങ്ങളും അവരവർക്ക് പറ്റുന്നതെല്ലാം ഇട്ട് കേരള സമൂഹത്തിൽ ഏറ്റവും വലിയൊരു വിഷയം 20 കുട്ടികൾ ഗണഗീതം പാടിയതാണ് എന്നുള്ള രീതിയിലേക്കുള്ളൊരു ചർച്ച കൊണ്ടുവന്ന് വിലപ്പെട്ട സമയം അതിനുവേണ്ടി എല്ലാവരും ഊർജവും അധ്വാനവും സമയവും സമ്പത്ത് മുടക്കിയത് ആരെ രക്ഷപ്പെടുത്താൻ? ആരാണിതിൽ വിജയിക്കുക?